ഇതാണ് ബറോസ് ടെയിൽ. ഈ ഒരു ചെടിയുടെ കുട്ടികളെ കാണാം. കണ്ടോ, ലീഫ് എന്ന് വരുന്ന കുഞ്ഞാണത്. ബറോസ് ടെയിലിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ. ഇതാ വേറൊരു കുട്ടി. നമുക്ക് അവരെ എടുത്ത് നോക്കാം. യെസ്, ഫ്രൂട്ട് വന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ തന്നെ ഇരുന്നോട്ടെ. അവരവിടെ തന്നെ വെക്കാം, ഡിസ്റ്റർബ് ചെയ്യണ്ട. കണ്ടോ, ഇനി ഒരാളിൽ ഇല വന്ന് തുടങ്ങുന്നു, ഒരാളിൽ റൂട്ട് വന്ന് തുടങ്ങുന്നു. ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിംഗ് ആണല്ലോ. കണ്ടോ എത്ര അധികം കുഞ്ഞുങ്ങളാന്ന് നോക്കിയേ. ഇവരൊക്കെ പുതിയ കുഞ്ഞുങ്ങളായി മാറാൻ പോവാണ്. കണ്ടോ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇലകളിൽ നിന്നും പ്രത്യുൽപാദനം നടത്തുന്നത് ബ്രയോഫിലം അഥവാ ഇലമുളച്ചി മാത്രമാണെന്നല്ലേ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ചെടികൾ ഇലകളിൽ നിന്നും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇവർ. ലീഫ് പ്രൊപ്പഗേഷൻ. സക്കുലൻസിലെ ഒരുവിധം എല്ലാ ചെടികളും ഇലകളിൽ നിന്നും കുഞ്ഞുങ്ങളുണ്ടാവും. കണ്ടോ. അപ്പോൾ കുട്ടികളെ ഇനി വീട്ടിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിചാരിക്കും ഈ ഇലമുളച്ച് മാത്രമേ കുഞ്ഞുങ്ങൾ ലീഫിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്ന്. ക്രോട്ടൺസ്, സക്കുലൻസ്, ബിഗോണിയാസ് ഇതൊക്കെ ലീഫുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സക്കുലൻസിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 തരത്തിലാണുള്ളത്. ലീഫ് പ്രൊപ്പഗേഷൻ, സ്റ്റെം കട്ടിങ്സ് ആൻഡ് സൈഡ് നോട്ട്സ്. സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുന്നത്. അങ്ങനെ 3 തരത്തിലാണ് സക്കുലൻസിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ ഇനിയും ഈ ഇലകൾ എന്താ ചെയ്യാന്നറിയോ, ഇങ്ങനെ പറിച്ചെടുക്കുക. റോസാപ്പൂവിൻ്റെയൊക്കെ ഇതളുകൾ പറിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ ആ തണ്ടോട് കൂടിയുള്ള ആ ഭാഗം പറിച്ചെടുക്കുക. എന്നിട്ട് വെറുതെ ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക. കുറേ ദിവസം കഴിയുമ്പോൾ, ഓൾമോസ്റ്റ് ഒരു 14 days ഒക്കെ കഴിയുമ്പോൾ ഈ സക്കുലൻറ്റിൻ്റെ ഇലകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരും. ഇപ്പോൾ നല്ല തടിച്ചുണ്ട പീരികളായിട്ടല്ലേ ഈ ഇലകളുള്ളത്. ഇപ്പോൾ നമ്മളിട്ട ഇലകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരിങ്ങനെ ചുങ്ങി വരാൻ തുടങ്ങും. കാരണം കുഞ്ഞുങ്ങളാവാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ജെർമിനേഷൻ ആവശ്യമായ ഫുഡൊക്കെ ഈ ഒരു കുഞ്ഞു ലീഫിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവർ പുതിയ ചെടികളായിട്ട് വരും. ആദ്യം ഈ ഒരു സ്റ്റേജിലാവും ചുങ്ങി ഇങ്ങനെ വരും. അതൊന്ന് പോയി. അതെ, കിട്ടി പോയി, കിട്ടി. അപ്പോൾ ഇങ്ങനെ അറ്റത്തൊരു കുഞ്ഞ് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ വരും. അതിനുശേഷം അവരിൽ നിന്ന് കുഞ്ഞ് ലീഫ് പോലെയും റൂട്ട് പോലെയൊക്കെയുള്ള ഭാഗങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ അവർ കുഞ്ഞു പ്ലാന്റായിട്ട് മാറുകയാണ് ചെയ്യുക. കണ്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു പോട്ടുകളിലേക്ക് മാറ്റി കൊടുത്താൽ അവർ ഇതുപോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇന്ന് ബറോസ് ടെയിലിനെ കുറിച്ചും അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്ലാന്റ്സിൻ്റെ കൂടുതൽ പ്രൊപ്പഗേഷനും കാര്യങ്ങളും ഒക്കെ പഠിക്കാം കേട്ടോ.